ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എൻട്രൻസിൻ്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഞാൻ എന്താണ് കെമിസ്ട്രി ആ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം. ആ ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാരണം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. കെമിസ്ട്രിയുടെ ടോപ്പിക് എന്താ അല്ലെങ്കിൽ ആ ചാപ്റ്റർ നല്ലോണം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചാൽ മാത്രമേ അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, NCERT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലായിട്ട്. NCERT ബുക്ക് നല്ലോണം പഠിക്കാമെങ്കിൽ കെമിസ്ട്രി എന്ന് വരുന്ന മിക്ക 90% മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഓക്കെ, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ഞാൻ ചോദിക്കാം, എന്താണ് കെമിസ്ട്രി അല്ലേ? എന്താ കെമിസ്ട്രി? ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ. മാറ്ററിന്റെ സ്ട്രക്ചറും അതിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ച് ആണെന്ത്, കെമിസ്ട്രി അല്ലേ. ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള സയൻസിന്റെ ഒരു ബ്രാഞ്ചും കൂടാണെന്ത്, കെമിസ്ട്രി അല്ലേ. ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, നാനോ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അങ്ങനെ ഇഷ്ടം പോലെ ബ്രാഞ്ച് ഉള്ള സയൻസിന്റെ ഒരു ബ്രാഞ്ചും കൂടാണെന്ത്, കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രിക്ക് ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉള്ള ഒരു ബ്രാഞ്ച് ആണ് എന്ത്, കെമിസ്ട്രി ഇല്ലേ. മെഡിസിൻ ഫീൽഡിൽ നോക്കുമ്പോൾ എന്താണ് കെമിസ്ട്രി, അതാണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഒന്നാണെന്ത്, കെമിസ്ട്രി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താ കെമിസ്ട്രി എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മാറ്ററിന്റെ സ്ട്രക്ചറും അതിന്റെ പ്രോപ്പർട്ടിയും കുറിച്ചുള്ള പഠനമാണെന്ത്, കെമിസ്ട്രി. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് മാറ്റർ എന്ന് നോക്കാം. എന്താണ് മാറ്റർ? എന്താ മക്കളെ മാറ്റർ എന്ന് വെച്ചാൽ? നമുക്കറിയാം മാറ്റർ ഇതൊരു പേനയാണ് അല്ലെ. ഈ പെൻ മാറ്ററാണോ? അതെ. കാരണം എന്താ, മാറ്റർ എന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് ഒക്കുപ്പൈങ് സ്പേസ് ആൻഡ് മാസ് ഇല്ലേ. ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസും മാസുമുള്ള ഏതൊരു സാധനവും എന്താണ് മക്കളെ, മാറ്റർ ആണ് അല്ലേ. അപ്പൊ എന്താണ്, എനിത്തിങ് വിച്ച് ഒക്കുപ്പൈങ് സ്പേസ് ആൻഡ് മാസ് ഈസ് നോൺ ആസ് മാറ്റർ. ഓക്കെ, ഇനി അടുത്ത മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മാറ്ററിനെ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫിസിക്കലായിട്ട് മൂന്ന് രീതി നമുക്ക് പ്രധാനമായും ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം മാറ്ററിനെ ഫിസിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്നാൽ മാറ്ററിന് എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 10 സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? മാറ്ററിന് ഇപ്പോൾ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 10 സ്റ്റേറ്റ്. ഓക്കെ, എന്താണ് 10 സ്റ്റേറ്റ്? ഏതൊക്കെയാ? ഒന്ന് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് അയൺസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഓക്കെ, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ്, പോളറോൺ. അങ്ങനെ മൊത്തം 10 സ്റ്റേറ്റ് ഉണ്ട് എന്തിന്? മാറ്ററിന്. ഓക്കെ, അതൊക്കെയാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ് അയൺസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ, ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ്, പോളറോൺ. അപ്പം 10ാമത്തെ സ്റ്റേറ്റ് ആണെന്ത്? റിഡ്ബർഗ്, പോളറോൺ. അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. മാറ്ററിനെ ഫിസിക്കലായിട്ട് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, ഇനി സോളിഡ്. മക്കളെ, ഇതാണ് സോളിഡ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് +2 ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ മക്കളെ, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്താ സോളിഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓരോ മോളിക്യൂൾസും എന്താണ്, ക്ലോസ്ലി പാക്ഡ് അറേഞ്ച്മെന്റ് ആണ് അല്ലെ. അതുകൂടെ ഇത് സോളിഡ് അല്ലേ. ഇതിന് എന്തുണ്ട്? ഡെഫിനിറ്റ് എന്തുണ്ട്? വോളിയം ഉണ്ട്. ഡെഫിനിറ്റ് എന്തുണ്ട്? ഷേപ്പ് ഉണ്ട്. കാരണം മോളിക്യൂൾസ് അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇതിന് എന്താണ്, കൈനറ്റിക് എനർജി ഇല്ല. ഇതൊക്കെയാണ് എന്തിന്റെ പ്രത്യേകത? സോളിഡിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ? അടുത്ത ഗ്യാസ്.
എന്താ ഗ്യാസ്, സോറി, അടുത്ത ലിക്വിഡ്. എന്താ ലിക്വിഡ് എന്ന് വെച്ചാൽ കണ്ട, സോളിഡിനെ അപേക്ഷിച്ച് എന്താണ് ലിക്വിഡിലെ പാർട്ടിക്കിൾസ് കുറച്ച് അകലത്തിലാണ് കണ്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൂട്ട് തന്നെ എന്താണ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. കാരണം ഏത് വെസലിലാണോ ലിക്വിഡ് ഇരിക്കുന്നത് ആ വെസലിന്റെ ഷേപ്പ് ആയിരിക്കും എന്തിന്റെ ഷേപ്പ്? ലിക്വിഡിന്റെ ഷേപ്പ്. ഓക്കെ, എന്നാൽ കൃത്യമായി എന്തുണ്ട്? ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഓക്കെ, സോളിഡിനെ അപേക്ഷിച്ച് എന്താണ് കൈനറ്റിക് എനർജി കൂടുതലാണ്. എന്നാൽ ഗ്യാസ്, ഇതാണ് ഗ്യാസിലെ മോളിക്യൂൾസ്. എന്താ കണ്ട ഗ്യാസ് നമുക്ക് എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. അപ്പൊ ഒന്ന് ഞാൻ പറയാം, ഗ്യാസ് എന്താ ഗ്യാസ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? അങ്ങനെ ലൂസ്ലി പാക്ക, അങ്ങനെ ദൂരെ ദൂരെയാണ് എന്ത് ചെയ്തേക്കുന്നത്, അതിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തേക്കുന്നത്, അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ എന്തില്ല, ഇന്ററാക്റ്റീവ് ഒന്നുമില്ല, അല്ലെ, ഇന്ററാക്റ്റീവ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിലെ പാർട്ടിക്കിൾസിന് എന്താണ് ഏത് ദിശയിലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചലിക്കാൻ പറ്റും, മോഷൻ ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിലും ചലിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇതിലെ പാർട്ടിക്കിൾസ് എന്താണ് ലൂസ്ലി പാക്ക്ഡ് അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് ഡെഫിനറ്റ് വോളിയം ഇല്ല, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ. എന്താണ് ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ? എന്തിനെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം, പറ, ഗ്യാസിനാണ്. ഓക്കെ, ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ ഗ്യാസിനാണ്. ഓക്കെ, ഏത് സിലിണ്ടറിലാണോ ഗ്യാസ് ഇരിക്കുന്നത് ആ സിലിണ്ടറിന്റെ വോളിയം ആയിരിക്കും ഗ്യാസിന്റെ വോളിയം. വോളിയം ഓഫ് ഗ്യാസ് വിൽ ബി ദ വോളിയം ഓഫ് സിലിണ്ടർ, അല്ലേ? ഏത് സിലിണ്ടറിലാണോ ഗ്യാസ് ഇരിക്കുന്നത് ആ സിലിണ്ടറിന്റെ വോളിയം ആയിരിക്കും എന്തിന്റെ വോളിയം, ഗ്യാസിന്റെ വോളിയം. ഇതാണ് എന്താണ് ഗ്യാസിന്റെ പ്രത്യേകത. നിങ്ങൾ നോർത്ത് നോക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാം ഇത് ഇനി കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മാറ്റുന്ന പ്രധാനമായും രണ്ടായിട്ട് കെമിക്കലി ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാ മക്കളെ? പ്യുവർ സബ്സ്റ്റൻസ്, രണ്ടാമത്തെ മിസ്റ്റർ. എന്താണ് പ്യുവർ സബ്സ്റ്റൻസും മിസ്റ്ററും? എന്താ മിസ്റ്റർ? രണ്ടോ അതിലധികമോ, ടു ഓർ മോർ കമ്പോണന്റ് ഡിസോൾവ് ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ കമ്പോണന്റ് ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ അതാണെന്ത്, മിസ്റ്റർ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? എന്നാൽ ഒരൊറ്റ കമ്പോണന്റ് ആണെങ്കിൽ അതെന്താണ്, പ്യുവർ സബ്സ്റ്റൻസ്. ഉദാഹരണം ഞാൻ പറയാം, ഷുഗർ, പഞ്ചസാര, അല്ലേ? ഷുഗർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ ഷുഗർ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? ഷുഗർ C12H22O11 ഇതാണ് ഷുഗർ. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഷുഗർ സൊല്യൂഷൻ. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എന്താണ്, മിസ്റ്ററും. ഷുഗർ എന്താണ്, പറ, പ്യുവർ സബ്സ്റ്റൻസും ആണ്. അപ്പൊ ഷുഗർ പ്യുവർ സബ്സ്റ്റൻസും ഷുഗർ സൊല്യൂഷൻ എന്താണ്, മിസ്റ്ററുമാണ്. അപ്പൊ രണ്ടോ അതിലധികമോ കമ്പോണന്റ് ഡിസോൾവ് ചെയ്യുന്നതാണ് എന്ത്, പറ, മിസ്റ്റർ എന്ന് പറയും. മിസ്റ്ററിനെ പ്രധാനമായും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹോമോജീനിയസ് മിസ്റ്ററും, രണ്ടെന്താണ് ഹെട്രോജീനിയസ് മിസ്റ്ററും. അപ്പം മിസ്റ്ററിനെ പ്രധാനമായും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഹോമോജീനിയസ് മിസ്റ്ററും ഹെട്രോജീനിയസ് മിസ്റ്ററും. ഓക്കെ അല്ലേ? എന്താ ഹോമോജീനിയസ് മിസ്റ്റർ? ഒരു മിസ്റ്ററിന്റെ ത്രൂ ഔട്ട് സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദ മിസ്റ്റർ. മിസ്റ്ററിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണെങ്കിൽ അത്തരം മിസ്റ്ററിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് മിസ്റ്റർ. ഉദാഹരണം ഉപ്പ്, സോൾട്ട് സൊല്യൂഷൻ. നമുക്കറിയാം വെള്ളത്തിന്റെ അകത്ത് ഉപ്പിടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, പറ, സോൾട്ട് സൊല്യൂഷൻ കിട്ടുന്നത്. അത് നമ്മൾ കുടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലായിടത്തും എന്ത് ഗുണമായിരിക്കും, ഉപ്പിന്റെ ഗുണമായിരിക്കും, അല്ലെങ്കിൽ സോൾട്ടിന്റെ ഗുണമായിരിക്കും, അല്ലേ? അതുകൊണ്ട് അതെന്താണ്, ഒരു ഹോമോജീനിയസ് മിസ്റ്റർ ആണ്. ഓക്കെ അല്ലേ? എന്നാൽ അടുത്ത നോക്കിയാൽ മതി, എന്താണ് ഷുഗർ സൊല്യൂഷൻ. നമുക്കറിയാം ഷുഗർ സൊല്യൂഷൻ, ഷുഗർ വെള്ളത്തിലിടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഷുഗർ സൊല്യൂഷൻ, അല്ലെ? ആ ഷുഗർ സൊല്യൂഷൻ നമ്മൾ കുടിച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും എന്ത് ഗുണമായിരിക്കും, പറ, ആ ഷുഗറിന്റെ ടേസ്റ്റ് ആയിരിക്കും, അല്ലെ? അതുകൊണ്ട് അതെന്താണ്, ഒരു ഹോമോജീനിയസ് മിസ്റ്റർ ആണ്. ശ്രദ്ധിക്കാം മക്കളെ, എല്ലാ സൊല്യൂഷനും എന്താണ്, ഹോമോജീനിയസ് മിസ്റ്റർ ആണ്. ഓർക്ക, എല്ലാ സൊല്യൂഷനും എന്താ, ഹോമോജീനിയസ് മിസ്റ്റർ ആണ്. ഓക്കെ അല്ലേ? എല്ലാ സൊല്യൂഷനും എന്താണ്, പറ, ഹോമോജീനിയസ് മിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാകും? നമുക്കറിയാം സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട്
ഗീവ്സ് എന്താണ് സൊല്യൂഷൻ. സോൾവെന്റും സൊല്യൂട്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പറ, സൊല്യൂഷൻ ഉണ്ടാകുന്നത് അല്ലേ? അളവിൽ കൂടുതലുള്ളത് സോൾവെന്റ്, കുറവുള്ള സൊല്യൂട്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം ഒരു ബീക്കറിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളം എടുത്തു. അതിൻ്റെ അകത്തേക്ക് എന്താണ്, ഒരു ടീസ്പൂൺ എന്തിട്ടു? ഷുഗർ ഇട്ടു. അപ്പൊ നമുക്കറിയാം ഇവിടെ കുറഞ്ഞളവ് എന്താണ്? ഷുഗറാണ്. അതുകൊണ്ട് ഷുഗർ എന്താണ്? സൊല്യൂട്ടും. വെള്ളം എന്താണ്? വാട്ടർ എന്താണ്? സോൾവെന്റുമാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ രണ്ട് കമ്പോണന്റ് ഇല്ലേ? രണ്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? മിക്സ്ചർ ആയിരിക്കും. എന്നാൽ ഹെട്രോജിനിയസ് മിക്സ്ചർ എന്ന് വെച്ചാൽ ഒരു മിക്സ്ചറിന്റെ ത്രൂ ഔട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഉദാഹരണം ഞാൻ പറയാം, ചായ. നമ്മൾ കുടിക്കുന്ന ചായ. എങ്ങനെ ചായ ഉണ്ടാക്കുന്നത്? പാല് ഇല്ലേ, പഞ്ചസാര, തേയില, ഇതൊക്കെ ഇട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. ചായ കുടിക്കുമ്പോൾ നമുക്കറിയാം അത് തേയിലയുടെ ഗുണം മാത്രമാണ് അത് കാണിക്കുന്നത്. അല്ല, അതിൻ്റെ അകത്ത് എന്ത് കാണിക്കും? പഞ്ചസാരയുടെ ഗുണം കാണിക്കും അല്ലേ? അതുകൂടെ എന്ത് കാണിക്കും? പാലിന്റെ ഗുണം കാണിക്കും ഇല്ലേ? എല്ലാത്തിൻ്റെയും ഗുണം കാണിക്കും. എന്ത്? ചായ, ടീ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് ടീ എന്താണ്? ഹെട്രോജിനിയസ് മിക്സ്ചർ ആണ്. പിന്നെ സാൻഡ് ഹെട്രോജിനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡ് അറിയാലോ, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ? നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡ് ഓർത്തോണം, അത് എപ്പോഴും എന്താണ്? മിക്സ്ചർ ആണ്. നമ്മൾ കേട്ടില്ലേ 916 എന്ന്? എന്താ 916 എന്ന് വെച്ചാൽ 1000 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 916 ഗ്രാമേ എന്തുള്ളൂ? ഗോൾഡ് ഉള്ളൂ. ബാക്കി എന്താണ്? കോപ്പറ. മനസ്സിലായോ? അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡ് എന്തെന്ന് ഓർത്തോണം, അതൊരു മിക്സ്ചർ ആണ്. ഓക്കെ, എന്താ പ്യുവർ സബ്സ്റ്റൻസ്? ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളെങ്കിൽ എന്താണ്? പ്യുവർ ഗോൾഡ് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതുകൂടെ തന്നെ ഇരുമ്പ് അല്ലെ, അയൺ, അതുകൂടെ തന്നെ കാർബൺ ഡയോക്സൈഡ്, ഇതൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെ? ഈ പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് തിരിക്കാം, എലമെന്റും കോമ്പൗണ്ടും. എലമെന്റ് 3 ഉണ്ട്, അറിയാലോ. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട് അല്ലെ? അതൊക്കെ അറിയാവുന്നയാ. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് 2 തരമുണ്ട്. ഏതൊക്കെയാ? ഇനോർഗാനിക് കോമ്പൗണ്ടും ഓർഗാനിക് കോമ്പൗണ്ടും ഇല്ലേ? കാർബൺ ഇല്ലാത്ത കോമ്പൗണ്ട് എന്താണ്? ഇനോർഗാനിക് കോമ്പൗണ്ടും. കാർബൺ ഉള്ള കോമ്പൗണ്ട് എന്താണ്? പറ, ഓർഗാനിക് കോമ്പൗണ്ടും. ഇത്രേ ഉള്ളു മാറ്റാറിനെ കുറിച്ച് കുറച്ച് പറയാനുള്ളൂ. ഓക്കെ,